ഒക്കെ ഇന്ന് വരുന്നതാണ്. ഓക്കെ ഇത് എൻ്റെ മൂന്നാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ 21 grams ഉണ്ടായിരുന്നു. രണ്ടാമത്തെ സിനിമ ഫീലിക്സ്. ഈ സിനിമയാണ് ആക്ച്വലി ഞാൻ ഇതിന് ഫസ്റ്റായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമ. ഇത് നമ്മുടെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന 3 ആൾക്കാരുടെ സിനിമയാണ്. അതിനകത്ത് ഒരാൾ റംസാൻ, ബാക്കി 2 പേര് ഇവിടെ വന്നില്ല. സോ ഈ സിനിമയ്ക്കകത്ത് വിപിനാണെങ്കിൽ എന്നെ കുറച്ച് പേർക്ക് അറിയാം. കോർപ്പറേഷൻ CEO ആണ്. ബിഫോർ CTO പിന്നെ വിപിൻ TCS വർക്ക് ചെയ്തു. സോ ബാക്കി 2 പേര് ഒരാൾ USC എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ USC വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഓഡീഷൻ ചെയ്തപ്പോൾ ഇൻഫോ പാർക്കിലുള്ള ഒരു 5-6 പേര് ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ അഭിനയിക്കുന്നുണ്ട്. വേറെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. സോ ഇത് consider this a sure movie. Please go watch in theaters. Help us in pass on this word about stars and your friends, and talk that this is one of our guys produced and directed and acted in this movie. Thank you. Thank you so much. എന്തോ പേരൊക്കെ വിളിച്ചോലെ തോന്നി. ടീഷർട്ട് പേരാണോ? ജാദു എന്തോ പേരോലെ തോന്നി. നിങ്ങളെ വിളിക്കുന്ന പെട്ടെയാണോ എന്നറിയില്ല. എനിവേസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലർക്കും അല്ലെ മൂവി എന്ന് പറയുന്ന ഒരു ഡ്രീം കൊണ്ടു നടക്കുന്ന കുറേയധികം ആൾക്കാർ ഇവിടെ ഉണ്ടാകും. സോ ബീങ് എൻ IT പ്രൊഫഷണൽ, ഞാനതൊരു നമ്മുടെ ഡയറക്ടറിനോട് ചോദിക്കുകയാണ്. ബീങ് എൻ IT പ്രൊഫഷണൽ ഇപ്പോഴും IT മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതേപോലെ തന്നെ താങ്കളുടെ ഒരു ഡ്രീമാണ് മൂവി എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും മാനേജ് ചെയ്തിട്ട് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഇവരോട് എന്താണ് പറയാനുള്ളത്? ഈ ഒരു ഡ്രീം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. ഹൈടെക്കീസ്. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ കഴിഞ്ഞ 20 വർഷമായിട്ട് IT മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ്. ദിനേഷ് ഇപ്പോൾ പറഞ്ഞ പോലെ TCSലാണ് വർക്ക് ചെയ്യുന്നത്. ഹലോ, നമസ്കാരം. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ പേർക്കെങ്കിലും സിനിമയിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് സാങ്കേതിക മേഖലയിൽ വർക്ക് ചെയ്യാൻ, ലൈഫ് ഡയറക്റ്റ് ചെയ്യാനോ എഴുതാനോ ക്യാമറയോ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരുപാട് പേരുണ്ടാവും. ഒരു റൂട്ടീൻ ജോബായിട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കും. അതിനകത്തൊരു ബ്രേക്ക് എടുത്ത് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഈ പാഷൻ ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചല്ല, ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനുമായിട്ട് നിൽക്കുമ്പോൾ ഒരു ടെക്കിക്ക് മാത്രമേ വേറെ ടെക്കിയുടെ വേദന മനസ്സിലാവുമെന്ന് പറഞ്ഞ പോലെ ദിനേഷ് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ പുള്ളിക്കും ഇതേപോലെ തന്നെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒരു വേവ് ലെങ്ത് മാച്ച് ആയതുകൊണ്ടാവാം എൻ്റെ ഒരു പ്രോജക്ട് പ്ലാൻ പുള്ളിക്ക് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് 21 grams സിനിമ എടുത്തത്. ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു, പക്ഷേ അത്യാവശ്യം നല്ലപോലെ വന്നു. ഹോട്ട്സ്റ്റാറിൽ സിനിമയുണ്ട്, ഏഷ്യാനെറ്റിൽ വന്നു. അപ്പോൾ വളരെ നല്ലപോലെ വന്നു. അതിനുശേഷം അടുത്ത പ്രോജക്റ്റുമായിട്ടുള്ള ഡിസ്കഷൻസ് തുടങ്ങി. അതിനിടയിൽ സിനിമയിൽ ഒരുപാട് നല്ല സൗഹൃദങ്ങളുണ്ടായി. കാരണം ചേർത്ത് കുറച്ചും കൂടി എൻ്റർടൈനിങ് ആയിട്ടുള്ള, കുറച്ചും കൂടി കളർഫുൾ ആയിട്ടുള്ള, കുറച്ചും കൂടെ ഒരു സെലിബ്രേഷൻ മോഡലുള്ള ഒരു സിനിമ ചെയ്യാൻ എന്ന് പ്ലാൻ ചെയ്തു. ഓഫ്കോഴ്സ് അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വീണ്ടും IT തന്നെ വന്നു. ഒരു IT-ക്കാരുടെ കഥ പറയാൻ കുറച്ചും കൂടി തെറ്റിയായിട്ടുള്ള, കളർഫുൾ ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ മോഡലുള്ള IT-ക്കാരുടെ പടം ചെയ്യാൻ എന്ന് തീരുമാനിച്ചു. ഞാൻ നിർദ്ദേശിച്ചു. എൻ്റെ വളരെ ഏർലി സ്റ്റേജിലുള്ള 2-3 വർഷം തുടങ്ങി. ആ പ്രോജക്റ്റ് വലുതാൻ തുടങ്ങി. വി ഹാവ് ലോട്ട് ഓഫ് പീപ്പിൾ നൗ. നമുക്ക് ഒരുപാട് ഇതിലുള്ള ടാലൻറ്റ് ബിഹൈൻഡ് ദ ക്യാമറ ആൻഡ് ഇൻഫ്രണ്ട് ഓഫ് ദ ക്യാമറ ഉണ്ട്. എല്ലാവരും കൂടെ 46 ദിവസത്തെ ബാക്ക് ആൻഡ് ബാക്ക് ഷൂട്ടിൽ അത്യാവശ്യം നന്നായിട്ട് ഇതിൻ്റെ ഔട്ട് വന്നിട്ടുണ്ട്. വി ഹാവ് ലോട്ട് ഓഫ് വർക്ക് ഹിയർ, ലൈക്ക് എഡിറ്റിംഗ് നടക്കുന്നു, പിന്നെ മ്യൂസിക് നടക്കുന്നു. വി ഹാവ് വിപിൻ ഷോ ഹിയർ. നമ്മുടെ ഗെയിമിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കുമ്പോഴത്തേക്കും എന്ന പാട്ടൊക്കെ മ്യൂസിക് ആൽബിച്ചായിരുന്നു എൻ്റെ ക്യാമറ ചെയ്ത്. കിരൺ എവിടെ വന്ന് വിചാരിക്കുന്ന എഡിറ്റിംഗ്. അപ്പോൾ അവരുടെയൊക്കെ കയ്യിലാണ് സിനിമ ഇരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി ബൈ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് വിൽ ബി ഏബിൾ ടു ടേക്ക് ദ സ്ക്രീൻസ്. അപ്പോൾ അതിൻ്റെ പബ്ലിക്കിലേക്കുള്ള ഫസ്റ്റ് ലോഞ്ചാണ് ഫസ്റ്റ് പോസ്റ്റർ. അപ്പം അത് ഇന്ന് മുമ്പിലേക്ക് തന്നെ വെക്കണം. കാരണം ഇതൊരു IT-ക്കാരുടെ സിനിമയാണ്, IT-ക്കാർ ഉണ്ടാക്കിയ സിനിമയാണ്, IT-ക്കാരുടെ കഥ പറയുന്ന സിനിമയാണ്. ഇവിടെ ഇപ്പോൾ മാത്രം സ്മാർട്ട് സിറ്റിയിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. സോ ഓൺലൈനിൽ വരുന്നതോടെ തന്നെ ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഇതാണെന്ന് തോന്നുന്നു. ആൻഡ് താങ്ക് യു ഫോർ ഹാവിംഗ് us here. ആൻഡ് Anish Sharma and all the people like Anish Sharma from Progressive Tech Development, thank you for having us here. Thank you for giving me the opportunity. Thank you. Thank you so much, Mr. Nitin. So എന്തായാലും നമുക്ക് മോഷൻ പോസ്റ്റർ ഒന്നും കണ്ടല്ലോ അല്ലേ? എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ സാധ്യത
നമുക്ക് ബാക്കിയുള്ള ആർട്ടിസ്റ്റിലേക്ക് പോകാം. സോ യെസ്, ഓൾ ഐസ് ഓൺ ടു ദ സ്ക്രീൻ. സോ യെസ്, മോഷൻ പോസ്റ്റർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യം. ഇഷ്ടപ്പെട്ടു അല്ലേ? ഒരിക്കൽ കൂടി നല്ലൊരു സാഹസം. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഓഗസ്റ്റ് ഫസ്റ്റിൽ നമ്മുടെ മൂവി എന്തായാലും തിയേറ്റേഴ്സിൽ വരുന്നുണ്ടോ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അനേകം IT പ്രൊഫഷണൽസ് ഒരുമിച്ചിട്ട് ചെയ്തൊരു മൂവിയാണ്. സോ ഇങ്ങനെ IT പ്രൊഫഷൻ ഞാൻ നിങ്ങൾ എല്ലാവരും നമ്മുടെ മൂവി കാണുന്നത് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. സോ നിങ്ങൾ എല്ലാവരും ബാക്കി നമ്മുടെ ഫേവറേറ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞു സുനിൽ കുമാർ എന്നെല്ലാം തമിഴിലും തെലുങ്കിലും മലയാളത്തിലും എല്ലാം അടിപൊളിയായിട്ട് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരം അദ്ദേഹത്തെ കുറിച്ചാണ് പറഞ്ഞത്. ചേട്ടാ, എന്താണ് ഈ മൂവിയുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ടും എന്താണ് പറയുന്നത്? എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം തോന്നുന്നു. ലോട്ട് ഓഫ് ഹാൻസം ആൻഡ് ബ്യൂട്ടിഫുൾ ഫേസസ് ഔട്ട് ദേർ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ സെലിബ്രേഷൻ സിനിമയിൽ വളരെ റെയറാണ് അല്ലേ? ടെക്കീസിൻ്റെ അത്രയും ദിവസത്തെ സെലിബ്രേഷനൊക്കെ നമ്മുടെ സിനിമയിലെ ഷൂട്ടിങ്ങിൽ മാത്രമാണ് ഇത്രയും ഇങ്ങനെ ഒരു സെലിബ്രേഷൻ റീക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഒരു ടെക്കിയായിരിക്കും. ടെക്കീസിനെ സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട് സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇരുന്നക്കരെ പച്ച. സോ എനിവേസ് ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് സെലിബ്രേഷൻ. പിന്നെ ഇങ്ങനൊരു സെലിബ്രേഷൻ്റെ ഭാഗത്ത് ഇതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഇതിൻ്റെ ഫസ്റ്റ് ലുക്കിന് റിലീസ് ചെയ്യാനുള്ളൊരു സാഹസം നിങ്ങൾ കാണിച്ചതിന് വളരെ സന്തോഷം. വന്ന ഉടനെ കേട്ടത് 2 ഡയലോഗാണ്. ഒന്നെങ്കിൽ ക്ലാപ്സ് കിട്ടുക അല്ലെങ്കിൽ പൂവാണ്. പൂവിൽ നല്ലോണം കേട്ടു. ആൻഡ് പൂവിൽ കേട്ട് തിരിഞ്ഞു നോക്കി ഫ്രണ്ട്ലിക്ക് നോക്കിയിട്ട് സാഹിത്യത്തിൻ്റെ പോസ്റ്ററും. ബട്ട് ഐ ഹോപ്പ് ഇറ്റ് ടേൺസ് ദി അതർ വേ റൗണ്ട്. കാരണം വളരെ പോസിറ്റീവായ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, എൻ്റർടൈനിങ് ആയ ഒരു സിനിമയാണ് സാഹസം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ബിപിൻ കൃഷ്ണ, അതിൻ്റെ ഡയറക്ടർ റൈറ്ററുടെ, he is the master brain behind this, and he has done an amazing work, and including all of us. So happy to be here. നിങ്ങൾ ഇവിടുന്ന് I hope ഇതൊരു നല്ല നിമിത്തമായി തുടരട്ടെ. സ്റ്റാർട്ട് ചെയ്യട്ടെ. ഒരു ഫസ്റ്റ് ലുക്ക് ലോഞ്ച് ഇവിടെ വെച്ച് ലോഞ്ച് ചെയ്തു. സോ ലെറ്റ് ദിസ് ബിക്കം എ ബിഗ് ഹിറ്റ്, സോ ദാറ്റ് അതൊരു ഇനി ഒത്തിരി പടങ്ങൾ ഇവിടെ വന്ന് let us try to celebrate the starting of films from here. Thank you very much. Thank you. Thank you so much. Thanks a lot. Character ചോദിച്ചല്ലോ. സോ ഞാൻ പോസ്റ്റർ കണ്ടപ്പോൾ നോട്ടീസ് ചെയ്തതെന്ന് അറിയില്ല. സോ ഞാൻ ഇതുവരെ വളരെ പറയുന്ന അർത്ഥമില്ല. ബട്ട് വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ്. കുറേ കാലം ചെയ്ത ചില സിനിമകളിൽ അഫ്കോഴ്സ് നമുക്ക് ഇഷ്ടമുള്ള പല ക്യാരക്ടേഴ്സ് ഉണ്ടാവും. രാജീവ് നമ്പ്യാർ എന്ന് പറഞ്ഞൊരു നാർക്കോട്ടിക്സ് ഓഫീസറാണ്. പക്ഷേ ഇതിലൊരു ഹ്യൂമർ ട്രാക്കും ഭയങ്കര സെൽഫ് ഒബ്സസ്ഡും കുറേ ക്യാരക്ടർ ഫ്ലോസ് ഒക്കെ ഉള്ള എല്ലാവർക്കും ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ഒരു ക്യാരക്ടറാണ് രാജീവ് നമ്പ്യാർ. സോ വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ആൻഡ് താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നമ്മളത് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. സോ മൂവിംഗ് ഓൺ ടു നമ്മുടെ ഫേവറേറ്റ് ഡാൻസർ ആണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം സാഹസം മൂവിയിലും അതേപോലെ തന്നെ മുന്നേ കുറേയധികം മൂവീസിലൂടെ എല്ലാം നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. വളരെ റംസാൻ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. കാരണം ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയിന് ശേഷം ഞാൻ അടുത്തത് എന്ത് ചെയ്യുന്നുള്ളൊരു ചിന്തയിലിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിന് മികച്ച ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹത്തോടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സ്വന്തം ഡയറക്ടർ വിഭിജൻ എൻ്റെ അടുത്ത് കഥ നരേറ്റ് ചെയ്യുന്നതും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ കഥ തോന്നിയത്. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളും ഇതിൽ കമ്മിറ്റ് ചെയ്യാൻ ഫസ്റ്റ് റീസൺ ഇസ് ദ സ്റ്റോറി ആൻഡ് വിഭിജൻ. സോ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്തത്. എനിക്ക് ഭയങ്കര പേഴ്സണലി നിൽക്കുന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആണെങ്കിലും. കാരണം ഒരു 10 ദിവസത്തോളം രാത്രിയിൽ നൈറ്റ് ഷൂട്ടും കാര്യങ്ങളും എല്ലാം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി.
സോ നിങ്ങൾക്കും ഈ സിനിമ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ നിങ്ങളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. സോ അതിനുള്ള സപ്പോർട്ട് ഉണ്ടാവുമോ? ഇതുപോലെ സപ്പോർട്ട് ഉണ്ടാവുമോ? ഉണ്ടാവണം. പിന്നെ പറയുകയാണെങ്കിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ജീവൻ. ഇതെൻ്റെ ഗേൾഫ്രണ്ട്, സിനിമയിലെ എൻ്റെ ഗേൾഫ്രണ്ട് ഗൗരി സംസാരിക്കും. താങ്ക് യു. സോ ഇതിൽ നമുക്ക് നല്ല അടിപൊളി ഡാൻസ് എല്ലാം കാണാൻ വേണ്ടി സാധിക്കുമോ? അതോ ഫൈറ്റ് സീൻസ് അതൊക്കെയാണ് കൂടുതൽ ഡാൻസ് ഉണ്ടാവോ? എങ്ങനെയാണ്? ഇതിലും ഡാൻസ് ഇല്ല. ഇതിലും ഡാൻസ് ഇല്ല ഗൈസ്. ഓക്കെ, ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഓക്കെ ഓക്കെ. സോ മൂവിങ് ഓൺ ടു വെരി ബ്യൂട്ടിഫുൾ ഗൗരി. കുറേയധികം അല്ലേ തമിഴ് മൂവീസിലൂടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മലയാളി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഓൾസോ ഈ ഒരു മൂവിയുടെ എക്സ്പീരിയൻസിനെ കുറിച്ച്. ഹായ് ഗൈസ്, ഗുഡ് ഈവനിങ്. എല്ലാവരും കുറച്ച് ടയേർഡ് ആണോ അതോ ഇങ്ങനെയാണോ നിങ്ങൾ? കുറച്ച് ക്വയറ്റ് ആയിട്ടുള്ള പോലെ തോന്നുന്നു. എനിക്ക് മോഷൻ പോസ്റ്റ് ഇഷ്ടമായോ? അതാണ് ആദ്യം ചോദിക്കുന്നത്. ഹൗ ഇസ് ഇഷ്ടമായോ? സാഹസം ഭയങ്കര ഒരു ഫൺ മൂവിയാണ്. എനിക്ക് ഇതിൻ്റെ കഥ കേട്ടപ്പോഴും മലയാളത്തിൽ ഇനിയും അധികം പ്രോജക്ട്സ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഇതിന് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എൻ്റെ കഴിഞ്ഞ റിലീസ് ജസ്റ്റ് കഴിഞ്ഞ് റംസാൻ പറഞ്ഞല്ലോ അടുത്ത് എന്താണ് വരാൻ പോകുന്നത് ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് സാഹസത്തിൻ്റെ കഥ ബിബിൻ എന്നോട് പറഞ്ഞത്. എൻ്റെ കരിയറിൽ ഏറ്റവും പെട്ടെന്ന് എടുത്ത ഡിസിഷനായിരുന്നു സാഹസം ചെയ്യണം എന്നത്. സോ ഇപ്പോൾ ഇന്ന് കേട്ടെങ്കിൽ മറ്റന്നാൾ ഷൂട്ട് തുടങ്ങി, അത്രയും പെട്ടെന്നായിരുന്നു. സോ ഇറ്റ്സ് ലൈക്ക് എല്ലാം റെഡിയായിരുന്നു, ഞാൻ അങ്ങോട്ടൊന്ന് പോയാൽ മതി, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. സോ സോ ഹാപ്പി ദാറ്റ് ഒരു നിമിത്തം പോലെ പെട്ടെന്ന് ഒരു ലക്ക് വന്ന പോലെ തന്നെ ഇത്രയും ഫണ്ണായിട്ടുള്ള ഇത്രയും ഈസി ടു വർക്ക് വിത്ത് ഒരിക്കലും പണിയെടുക്കുന്ന പോലെ തോന്നുന്നില്ല. അത്ര ഫണ്ണായിട്ട് ഇപ്പം ഈ പോസ്റ്ററിലുള്ള പോലെ തന്നെ ഭയങ്കര വാക്കി ക്രേസി ഓരോ ക്യാരക്ടേഴ്സും അത്രയും എന്താ പറയുക ഭയങ്കര ലേയേഴ്സ് ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ലൈക്ക് എ ഫൺ എക്സ്പീരിയൻസ് ഫോർ മീ. അതുപോലെ തന്നെ കുറച്ച് ക്വർക്കിയാണ്. തീർച്ചയായും മലയാളത്തിൽ കുറച്ച് ഞങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൽ ഓണം ആ സമയത്തിനാണ് ഞങ്ങൾ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവില്ലേ? ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വി നീഡ് യുവർ സപ്പോർട്ട്. ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും സാഹസം. അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. എന്തായാലും ഞങ്ങളുടെ തുടക്കമാണ്, ഫസ്റ്റ് ലുക്ക് ലോഞ്ച് ചെയ്യുന്നത് ഇന്നാണ്. സോ ഐ എം ഹാപ്പി ടു ബി ഷെയറിംഗ് ദിസ് വിത്ത് യു ഗൈസ്. ടെക്കീസും അല്ലെങ്കിൽ IT ഇൻഡസ്ട്രിയായിട്ട് എനിക്കൊരു കണക്ഷനും ഇല്ല. പക്ഷെ നരേന്ദ്രൻ പറഞ്ഞ പോലെ ചിലപ്പോൾ തോന്നും, എസ്പെഷ്യലി ഈ മൂവിയിലെ ചില ക്യാരക്ടേഴ്സും അവരുടെ ഫണ്ടിലൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി അടിപൊളിയാണ്. അതെന്തായാലും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ടൈം അത്ര സോറി കുറച്ച് ടൈം വേസ്റ്റ് ചെയ്യുന്നു. എനിവേ താങ്ക് യു. പ്ലീസ് സപ്പോർട്ട് us. Thank you so much, Gauri. So sweet of you. നേരത്തെ പറഞ്ഞ നരേന്ദ്രയുടെ പറഞ്ഞത് അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പശ്ചാത്തലൊക്കെ തോന്നുന്ന ഒരു ഫീലാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത് വെരി ആക്റ്റീവ് എന്ന് പറഞ്ഞ ആ ഒരു പദത്തിന് കറക്റ്റ് തന്നെയാണ് ഈ ഒരു ആക്ടർ ആൻഡ് ആങ്കർ വനലോലി ജീവ. ഹലോ ഇൻഫോ പാർക്ക്. എനിക്കറിയാം കുറെ പരിപാടി നടക്കാറുണ്ട്. ഞങ്ങൾ കുറച്ചധികം സമയം എടുത്തു. 2 വീക്കിലോട്ട് പരിപാടി തീർത്ത് ഞങ്ങൾ വീട്ടിൽ പോകും. കാരണം ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമാണത്. സാഹസം എന്ന് പറഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ പ്രോജക്റ്റിന്റെ പോയത് നടക്കുവാണ്. 20 ഗ്രാംസില് ബിബി എന്തോ അബദ്ധം പറ്റി വിളിച്ചതാണ്. അതിനുശേഷം ഞാൻ വിടാതെ പിന്തുടർന്ന ഒരാളാണ് ബിബി. ഇങ്ങനെ പടം ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. എന്ത് വന്നു കഴിഞ്ഞാലും എവിടെ അറ്റത്തോ മൂലയ്ക്കോ നിൽക്കുന്ന ഒരു വേഷം നന്നാണ് മതി എന്ന് പറഞ്ഞ് കഥയുടെ തുടക്കം മുതൽ തന്നെ ബിബിന്റെ കൂടെ നിന്ന് ഈ സിനിമയുടെ കൂടെ ട്രാവൽ ചെയ്ത ഒരാളാണ്. സോ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പിന്നെ പോസ്റ്റർ അല്ലെങ്കിൽ മോഷൻ പോസ്റ്റർ ഇവിടെ ഇൻഫോ പാർക്കില് എല്ലാവരും IT ആയിട്ട് വളരെ ബന്ധമുള്ള ആൾക്കാരാണ്. എനിക്ക് ഒരു ബന്ധവുമില്ല. ആകെയുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻഫോ പാർക്കിന് തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഞാൻ നിങ്ങളെയൊക്കെ രാവിലെ കാണും, ഉച്ചയ്ക്ക് കാണും. എനിക്ക് ഒത്തിരി വിമാർട്ട് മേറ്റ്സ് ഉണ്ട് ഇവിടെ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗ്രോസറി വാങ്ങിക്കാൻ പോകുമ്പോൾ കാണുന്ന ആൾക്കാരുടെ തൊട്ടപ്പുറത്ത് ചായ കുടിക്കാൻ വഴിവെത്ത് ചായ കുടിക്കാൻ കാണുന്നവരൊക്കെ ഉണ്ട്. സോ എനിക്ക് കുറെ പേരെയൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഞാൻ ഒരുപാട് സന്തോഷത്തിലും അതിനേക്കാളും വലിയൊരു അപേക്ഷയിലും പറയുകയാണ്. ഇത് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ പോയി കാണുന്ന ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ് ഗൗരി പറഞ്ഞു. സോ നിങ്ങൾ കയറിയാൽ തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പ്രൊഡ്യൂസർ നിങ്ങളിൽ ഒരാളായ റിനീഷ് ഒത്തിരി 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 സന്തോഷമാവും ഇൻ ടേംസ് ഓഫ് ക്യാഷ്.
അപ്പോ ഇതില് ഞാനൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത് വിശ്വസിച്ചേൽപ്പിച്ച ബിബിന് ആയിരങ്ങളെ സാക്ഷി നിർത്തി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. തോട്ട് മേക്സ് എന്നുള്ള കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന ഒരു IT കമ്പനി മുതലാളിയുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അദ്ദേഹം പരിമിതികൾക്കുള്ളിൽ നിന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കാശ് ചെലവാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ കമ്പനിയെ പറ്റിയും 2 വാക്ക് എടുത്തു പറയണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. തോട്ട് മൈൻഡ്സ്, നിങ്ങൾക്ക് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി, ബെറ്റർ സാലറി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് എന്തുണ്ടെങ്കിലും എന്റെ റെഫറൻസ് ആണെന്ന് പറഞ്ഞാൽ മതി. ആൻഡ് ഒത്തിരി സന്തോഷം നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിൽ. നിങ്ങളെല്ലാവരും ഇങ്ങനെ കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിൽ, ഈ ഒരു സ്പേസ് വിട്ട് തന്നതിൽ ഒത്തിരി സന്തോഷം. എല്ലാവരും പറയുന്ന പോലെ കുഞ്ഞു സിനിമയാണ്. നിങ്ങളത് പറഞ്ഞ് നിങ്ങൾ തിയേറ്ററിൽ കണ്ട് ഒരു വലിയ സിനിമയാക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. പിന്നെ നോക്കട്ടെ, ഇൻഫോ പാർക്കുകാർക്ക് പിന്നെ IT-കാർക്ക് ഐശ്വര്യം ഉണ്ടോ നോക്കട്ടെ. ഞങ്ങളുടെ ആദ്യത്തെ ഒഫീഷ്യൽ കോണ്ടന്റ് റിലീസ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇവിടുന്ന് അങ്ങോട്ടായിരിക്കണം ഞങ്ങളുടെ സിനിമയുടെ ഐശ്വര്യം തുടങ്ങുന്നത്. സോ ഞങ്ങളുടെ സിനിമയുടെ എല്ലാ ഐശ്വര്യവും ഞങ്ങൾ നിങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ വിചാരിച്ച നടക്കാനായിട്ട് ഒന്നുമില്ലെന്ന് എനിക്കറിയാം. എത്രയോ ആൾക്കാർ എത്രയോ കാര്യങ്ങൾ വീട്ടിലെ ലാപ്ടോപ്പിൽ ഇത് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഇവരൊക്കെ പറഞ്ഞു എനിക്ക് IT-കാരനാണെന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. കാര്യം നിങ്ങൾ പെടുന്ന പെടാപ്പാട് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് എന്നാലും ഒത്തിരി സന്തോഷം. സാഹസം ഒരു വലിയ ഹിറ്റായിട്ട് എനിക്ക് തോന്നുന്നു. ഈ കമ്മ്യൂണിറ്റി വന്ന് അതിന്റെ സന്തോഷം നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന ആത്മവിശ്വാസത്തിൽ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പിന്നെ ഞാൻ ചാടിക്കുമ്പോ കോഫി കുടിക്കാനുള്ള നല്ല രീതിയിൽ കൈയ്യടിച്ചിലും കൊടുത്തിട്ടുണ്ട്. ആ പെൺകുട്ടി വീട്ടിൽ പോയി ചെയ്തു, എന്താണ് ചേട്ടൻ പറയുന്നത്? അത് പെൺകുട്ടിയാണ് ഞാൻ പറഞ്ഞില്ല. അല്ല, അത് നമുക്ക് അറിയാം. കണ്ടോ എന്ത് ചെയ്യാം അല്ലേ? എന്തൊക്കെ കേട്ടാലാണ് ഒരു ദിവസം കടന്നു പോവുക. അതേ സമയം നിർത്തരുത് നിങ്ങളുടെ പരിപാടിയിലേക്കാണ്. എന്തായാലും നിങ്ങളിലേക്കാണ് ഒരു റെസ്പോൺസിബിലിറ്റി തന്നിരിക്കുന്നത്. സോ യെസ്, നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങളിലേക്കാണ് ഈ കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത്. ആൻഡ് ഫ്രീ ആയിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് കിട്ടിയല്ലോ അല്ലെ, തോട്ട് മൈൻഡ്സ്. സോ യെസ്, മൂവിംഗ് ഓൺ ടു ജയശ്രീ. ജയശ്രീ എന്താണ് പറയുന്നത്? വാട്ട് യുവർ ക്യാരക്ടർ ആൻഡ് ദ മൂവി? ഹലോ, നമസ്കാരം. സാഹസം ഗൗരി പറഞ്ഞ പോലെ തന്നെ വളരെ പെട്ടെന്ന് ഇന്ന് രാത്രി പിറ്റേ ദിവസം ഷൂട്ടിന് പോയ ഒരു മൂവിയാണ്. അത്രയും പെട്ടെന്ന് എടുത്താൽ ഇതിലേക്ക് അങ്ങനെയാണ് എത്തിയത്. സാഹസം ഈ പോസ്റ്റർ കാണുന്ന പോലെ തന്നെ വളരെ കളർഫുള്ളായിട്ട് കുറേ ക്യാരക്ടേഴ്സ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണ്. നിങ്ങൾ എന്റർടൈൻ ചെയ്യിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ തിയേറ്ററിലാണ് ഈ ഒരു വലിയ കമ്മ്യൂണിറ്റി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നു. ഈ കമ്മ്യൂണിറ്റിയുടെ ടൈമിൽ IT ടെക്നീസായിട്ട് എനിക്ക് ബന്ധമുള്ള എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. ജീവ പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം. രാത്രി ഉറക്കം സീസൺ ആകുമ്പോഴുള്ള ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിങ്ങൾക്കുള്ള ഒരു എന്റർടൈൻമെന്റ് ടൈമാണല്ലോ ഇത്. മാക്സിമം എൻജോയ് ചെയ്ത് ഞങ്ങളധികം ഇതുപോലെ ഇതിൽ വന്ന് ഇടപെടുന്നില്ല. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വേഗം നിങ്ങൾ പോവാറ്. അപ്പോൾ പോസ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തിയേറ്ററിലും ഇതുപോലെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ജയശ്രീ. പക്ഷെ അങ്ങനെ പെട്ടെന്ന് പോകുന്നില്ല, കാരണം ഇവിടെ റംസാൻ ഉള്ളത് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് വിടാൻ പറ്റുമോ? പറ്റുമോ? നല്ലൊരു നമുക്ക് കാണണ്ടേ? വേണോ? എനിക്കൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ടോ? എന്റെ നല്ലൊരു ഐഡിയ ആണോ? ഓക്കെ, റംസാന്റെ എല്ലാവരും എപ്പോഴും ചോദിച്ചത് രതി പുഷ്പം എന്ന് പറയും. ഏത് പാട്ടാണ്? എന്നാലും ഓക്കെ, ഏത് സോങ് വേണം? എന്തിനും റെഡിയാണ്. ഇറ്റ്സ് എ കംപ്ലീറ്റ് ഡാൻസർ അല്ലേ, കംപ്ലീറ്റ് എന്റർടൈനർ. സോ വിൽ വെയിറ്റ് ആൻഡ് വാച്ച്.
നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്ററോടൊപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ താരങ്ങളോടൊപ്പം തന്നെ കുറേ പുതുമുഖ താരങ്ങളുണ്ട്. എനിക്കും ആദ്യം കുറേയധികം ഓഡീഷൻ ബസ് കുറേയധികം ആൾക്കാർ എടുത്തിട്ടുണ്ട്. ഇവിടെ ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? യെസ്, ഇവിടുന്ന് ആരെങ്കിലും ഓഡീഷൻ ചെയ്തെടുത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഈ ഇരിക്കുന്നവർ ആരും ഇല്ലല്ലോ. എനിക്ക് തോന്നി ഇവിടെ വന്നിരുന്നവരിൽ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മൂവി ഞാൻ പറഞ്ഞതുപോലെ ഓഗസ്റ്റിലാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഇവിടെ നമ്മുടെ QR കോഡ് കൊടുത്തിട്ടുണ്ട്. സാഹസം നമ്മുടെ ഇൻസ്റ്റാ പേജിന്റെ QR കോഡാണ്. എല്ലാവരും നമ്മുടെ പേജ് ഫോളോ ചെയ്യുക ഫോർ മോർ അപ്ഡേറ്റ്സ്. അത് മാത്രമല്ല കുറേയധികം അഡ്വഞ്ചറസ്, ഈ ഒരു ഫിലിമിന്റെ പേര് പോലെ തന്നെ കുറേയധികം അഡ്വഞ്ചറസ് കോൺടെസ്റ്റ് എന്തായാലും നമ്മുടെ പേജിൽ നടക്കുന്നുണ്ട്. ആൻഡ് അതിന് വേണ്ടിയിട്ട് നല്ല നല്ല ഗിഫ്റ്റ്സും പ്രൈസ് മണിയും അങ്ങനെ ഒരധികം കാര്യങ്ങളുടെ ടീം സാഹസം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. സോ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. പേജ് ഫോളോ ചെയ്യുക. അഡ്വഞ്ചറസ് കോൺടെസ്റ്റ് പോലെ തന്നെ വേറെ കുറേയധികം പരിപാടികൾ ഈ ഒരു പേജിൽ നടക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. പറഞ്ഞ ഓഗസ്റ്റിലാണ് നമ്മുടെ മൂവി റിലീസ് ചെയ്യുന്നത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. ഫാൻഡ്ര പ്രൊഡക്ഷൻസ് പ്രസൻസ് മിസ്റ്റർ റിനീഷ് കെൻ, പ്രൊഡ്യൂസ് ചെയ്ത് മിസ്റ്റർ വിപിൻ കൃഷ്ണ ഡയറക്ട് ചെയ്യുന്ന ഒരു മൂവി സാഹസം ഓഗസ്റ്റിലാണ്. എല്ലാവരും പോയി കാണുക. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക്സ് a lot. And this is me, Salma Bhaskar. താങ്ക് യു ഇൻഫോബാക്ക് പോകുന്നതിന് പോലെ ഇവിടെ നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസിന് സാഹസം നല്ലൊരു ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ കോൺടാക്ട് തേർഡ് മൈൻഡ്സ്. എല്ലാവരും സ്റ്റേജിൽ നിൽക്കാമോ? ഒരു ചെറിയൊരു കാര്യമുണ്ട്. എല്ലാവരും സ്റ്റേജിൽ നിൽക്കാമോ പ്ലീസ്? തിരിച്ച് അതേപോലെ തന്നെ വെക്കും, അതേപോലെ തന്നെ വെക്കും. രണ്ടിന്ന് മാറാം. രാകേഷ് 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 അളിയ അളിയ ആരെയും ശല്യം ചെയ്തോടെ മാറി ശല്യം. ഗുഡ് ഈവനിങ് ഓൾ. വളരെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു